Hello and welcome to Bilingual with Disney. Number 19, നമ്മൾ ഇന്റർനാഷണൽ മെൻസ് ഡേ ആഘോഷിക്കുകയാണ്. എനിക്കറിയത്തില്ല അത് എന്തുമാത്രം പേർക്ക് അറിയാമെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഓൺ ദ ഇന്റർനാഷണൽ മെൻസ് ഡേ വി സെലിബ്രേറ്റ് the positive values men's bring to their family, to the community, to the world. Okay, അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് 2 സ്റ്റോറീസ് ഉണ്ട് പറയാനേ. അപ്പൊ എന്റെ ഒന്നാമത്തെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ ടാർഗറ്റിൽ നിന്ന് വെളിയിൽ വരുവാണ്. അപ്പൊ നമ്മൾ ഈ ചെക്ക് ഇൻ നമ്മള് ക്യാഷ് കൗണ്ടറിൽ വെച്ചിട്ട് ഒരു ആ പുള്ളി പറയാണ്, എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫോണിന്റെ കവർ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിലിറങ്ങിയപ്പോ ആണ് അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവന്റെ ഫോണിന്റെ കവറും സെയിം ഫോൺ കവറാണ്. അപ്പൊ അവൻ പറഞ്ഞു, അവൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, കണ്ടോ നിങ്ങൾ പെൺപിള്ളേർക്ക് എപ്പോഴും അപ്രീസിയേഷൻ കിട്ടും, നമ്മൾക്ക് അങ്ങനെ കിട്ടത്തില്ല എന്ന്. പക്ഷെ ഞാൻ അപ്പൊ നോക്കിയപ്പോ അത് സത്യമാണ്. നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണലി, നമുക്കൊരു പെൺകുട്ടികളൊക്കെ ഉള്ള അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പിന് പോയേ. അപ്പം ഓഫ് റോഡ് ട്രിപ്പിന് പോയിട്ട് നമ്മുടെ ജീപ്പ് സ്റ്റക്കായി മറ്റേ ജീപ്പിന്റെ എഞ്ചിനിൽ നിന്ന് പുകയൊക്കെ വന്നു. അപ്പൊ നമ്മൾ വെറുതെ അതിന്റെ മറ്റേ ഓം ശാന്തി ഓശാനൊക്കെ ഒരു സീൻ ഉണ്ടല്ലോ, അത് തന്നെ നസ്രിയ നാസിമിന്റെ അപ്പൻ ബോണ്ടൊക്കെ പൊക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് അതിലേക്ക് നോക്കിയിരിക്കുവാണ്. അപ്പൊ ഒരു മെക്കാനിക്ക് നമ്മുടെ കൂടി ഓഫ് റോഡ് ട്രിപ്പിനുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, സപ്പോസ് നിന്റെ വണ്ടി ഇങ്ങനെ സ്റ്റക്കായി എന്ന് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക വണ്ടിയുടെ. ഇതാണ് കൂളന്റ്, ഓക്കെ ഇത് ഇങ്ങനെയാണ്, എല്ലാം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ പുള്ളിക്കാരന് മനസ്സിലായി ഏകദേശം എനിക്ക് അങ്ങനെ എഞ്ചിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലെന്ന്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ അപ്പൊ നിന്റെ വണ്ടി എങ്ങാനും റോഡ് സ്റ്റക്കായി നീ എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മറ്റേ ബോണറ്റൊക്കെ പൊക്കി വെക്കും, എന്നിട്ട് ആരുമെന്ന് എനിക്ക് അത് ഫിക്സ് ചെയ്ത് തരും. അപ്പം ആ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അതാണ് വുമണിന്റെ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങളിൽ നിന്നും സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് യു ഷുഡ് നോ ഹൗ ടു ഫിക്സ് ദ എഞ്ചിൻ, അല്ലെ? അപ്പൊ അതാണ് ഞങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ചു, അത് സത്യമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ എനിക്ക് നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഒരു കാര്യം എടുത്താല് ഒരു ഹാർഡ് ടാസ്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ, അത് ആണിന് ഫിക്സ് ചെയ്യാൻ അറിയണം എന്ന്. അല്ലെങ്കിൽ ഇപ്പം ഒരു ഇമോഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് അവരൊരു ഇമോഷൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ ഹൈ ചാൻസസ് ഓഫ് അവരെ നമ്മൾ കൺസിഡർ ചെയ്യും അതൊരു വീക്കാണെന്ന്. നിങ്ങൾ വീക്ക് ആയതുകൊണ്ടാണ് ഇമോഷൻ ഷെയർ ചെയ്യുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ മനസ്സിലാകും ഏറ്റവും അധികം ഹൈ സൂയിസൈഡ് റേറ്റ് ഉള്ളത് ആണുങ്ങൾക്കാണ്, അല്ലെ? അപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ആ ഒരു ചില സമയത്ത് ആണുങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ. അപ്പൊ അവരത് ബോട്ടിൽ അപ്പ് ചെയ്തിട്ട് ആണ് ഈ സൂയിസൈഡിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഗസ്റ്റ് മെൽബിൻ ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ആസ് എ മാൻ എന്താണ് ഒരു കാര്യം മെൽബിൻ വിഷ് ചെയ്യുന്നത് സൊസൈറ്റി അല്ലെങ്കിൽ വുമൺ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മെന്നിനെ കുറിച്ച് ആണുങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ ഒത്തിരി സമയത്തും അത് എന്താ പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ വുമൺ മനസ്സിലാക്കാത്ത ഒരു കാര്യം പക്ഷെ അത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് മെൽബിൻ വിഷ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇതിപ്പം എന്റെ ഒരു അഭിപ്രായമായിട്ട് എടുത്താൽ മതി. ഒരു ആസ് എ മെൻ സൊസൈറ്റി ആയിട്ട് എടുക്കേണ്ട എന്റെ ഒരു അഭിപ്രായം. ഇപ്പം ഡിസ്നി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇമോഷൻസിന്റെ കാര്യം. എന്റെ ഒരു വ്യൂ പോയിന്റ് അതാണ്, ഇമോഷൻസ്. ഇപ്പം സ്ത്രീകള് ഇമോഷൻസിന് പല വേരിയേഷൻസ് ഉണ്ട്. അതായത് അവർക്ക് ഒരു ഇമോഷൻ തന്നെ പല രീതിയിൽ പല ഇൻസ്റ്റൻസിൽ പല രീതിയിൽ പ്രകടിപ്പിക്കും. മെൻ ഇമോഷൻസിന്റെ കാര്യത്തിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. മീൻസ് അവർക്ക് ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി, സാഡ്നെസ്, ആംഗ്രി ഇതേ ഉള്ളൂ. അതും ചിലപ്പോൾ അത് തന്നെ കറക്റ്റ്. ഇപ്പം സാഡ്നെസ് എന്ന് പറഞ്ഞാൽ മെൻ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ സാഡ് ആയിട്ടായിരിക്കില്ല, അത് ചിലപ്പോൾ ഒരു ആങ്കർ ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് വരും. പിന്നെ ഈ ഇമോഷണലി ഇപ്പം പറഞ്ഞ പോലെ പ്രകടിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അത് മെൻ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴാണ് അതൊക്കെ ഒരു സാഡ് ഫീലിംഗ് എന്നുള്ളത് അത് പതുക്കെ ആങ്കറായി മാറും, ഫ്രസ്ട്രേഷനായി മാറും. അപ്പം അത് പല രീതിയിലായിരിക്കും ചിലപ്പോൾ പെർസീവ് ചെയ്യുന്നത്. അപ്പം പറയും, കണ്ടില്ലേ, അത് ഒന്നെങ്കിൽ അത് ഒരു ബിഹേവിയറിനെ തന്നെ അത് ക്വസ്റ്റ്യനബിൾ ആയിട്ട് വരും. കാരണം ചിലപ്പോ അത് കാണുന്ന ആൾക്ക് അത് അത്ര ഒരു നല്ല ബിഹേവിയർ ആയിട്ട് പോലും തോന്നുന്നില്ല ചിലപ്പം. പക്ഷെ ഉള്ളിൽ എന്താണെന്നുള്ളത് അത്
ചിലപ്പോ അങ്ങനെ ചിലപ്പോ പിന്നീട് പറയുമായിരിക്കും, ഓക്കെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിന് കാരണം ഞാൻ ഇതായിരുന്നു, സാഡ് ആയിരുന്നു, അത് ചിലപ്പോ പിന്നീട് പറയായിരിക്കും. പക്ഷെ അത് കാണുന്ന ഒരാൾ, ഫസ്റ്റ് ടൈം ഒരാൾ കാണുന്ന ഒരാള്, ഇപ്പൊ നമ്മുടെ ഫാമിലി ഉള്ള ആളായിരിക്കണോ തന്നെ നിർബന്ധമില്ല, പുറത്തുനിന്ന് നോക്കുമ്പം അതൊരു ഒരു ഒരു കുറച്ചൊരു ഡിമീൻ ബിഹേവിയർ പോലെ തോന്നും. അതാണ് എന്റെ ഒരു പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ 100% എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോട്ടിൽ അപ്പ് ഇമോഷൻസ് ആണ്. നമ്മൾ കുഞ്ഞിലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കുഞ്ഞിലെ തന്നെ വളർന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്, ബോയ്സ് വിൽ ബി ബോയ്സ്, അങ്ങനത്തെ ചില ഫ്രേസസ്, അല്ലെങ്കിൽ മാൻ അപ്പ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുവാണെങ്കിൽ മാൻ അപ്പ്, അയ്യേ നീ കരയുവാണോ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എല്ലാ ഇമോഷൻസും വേണ്ട ഇമോഷൻസ് ആണ്. ഈവൻ ആങ്കർ വരെ വേണ്ട ഇമോഷൻസ് ആണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അത് റിഗാർഡ്ലെസ് ഓഫ് ലൈക്ക് ബോയ്സ് ഓർ ഗേൾസിനെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആങ്കർ ഈസ് ഓക്കെ, പക്ഷെ ഗെറ്റിംഗ് അഗ്രസീവ് ഓർ ഫിസിക്കലി അഗ്രസീവ് ഈസ് നോട്ട് ഓക്കെ. അത് നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിലെ മുതലേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. പ്ലസ് ഒരു കുഞ്ഞൊരു ബോയ് കരഞ്ഞേ നമ്മൾ എന്താ പറയുന്നത്, അയ്യേ ആമ്പിള്ളേര് കരയുവോ, ലൈക്ക് അത് നമ്മൾ അത്രയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അത് കുട്ടികൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കരയുന്ന അപ്പനെ കാണുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ ആൺകുട്ടികൾക്ക് കരയാം, നോക്ക് എന്റെ അപ്പൻ കരയുന്നു, ദാറ്റ്സ് ഓക്കെ. ഇപ്പം അവര് കാണുന്നത് എപ്പോഴും ഈ അമ്മ കരയുന്നു, അപ്പൊ അവരുടെ മനസ്സിലാവും ഒരു എപ്പോഴും മോഡൽ ബിഹേവിയർ അല്ലെ, നമ്മൾ പേരൻസിനെ അവർ കാണുമ്പോൾ മോഡൽ ബിഹേവിയർ ആണ്. അപ്പൊ അവർ നോക്കും, ഓക്കെ കണ്ടോ എന്റെ അമ്മ കരയുന്നുണ്ട്, അപ്പൻ ദേഷ്യം. അപ്പം ആമ്പിള്ളേരാണെങ്കിൽ അവർക്ക് സങ്കടം വരുമ്പോൾ ദേഷ്യപ്പെടും, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സങ്കടം വരുമ്പോൾ ആൺകുട്ടികൾക്ക് കരഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, നമ്മൾ ഈ ഇവിടെ തന്നെയുള്ള ഫ്രേസസ് ആണ് അതൊക്കെ. നമ്മുടെ മലയാളത്തിലെ ഫേമസ് ഫ്രേസ് ആണ് അയ്യേ ആങ്കൊച്ചല്ലേ കരയും. അപ്പൊ അത് പെൺകുട്ടികളുടെ അടുത്ത് ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്ന് പറയുന്ന അതേ ദ്രോഹമാണ് ആൺകുട്ടിയുടെ അടുത്തും അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടുത്തെ ഒരു ഫ്രേസ് ആണ് ബോയ്സ് വിൽ ബി ബോയ്സ് എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ അവർക്ക് ലെസ് ഡിസിപ്ലിൻ ആണ് കൊടുക്കുന്നത്. നമ്മൾ ആക്ച്വലി ആങ്കർ ഒരു മോശം കാര്യമല്ല, നമ്മൾ ആക്ച്വലി എങ്ങനെ സേഫ് ആയിട്ട് ആങ്കർ പ്രകടിപ്പിക്കാം എന്ന് മാത്രം കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അല്ലെ നമ്മളെ കുട്ടികളെ ചെറുപ്പത്തെ തന്നെ ആങ്കർ ലൈക്ക് എങ്ങനെയൊക്കെ നിനക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഇന്ന മെത്തേഡ്സ് ഉപയോഗിക്കാമെന്നല്ലേ നമ്മൾ ആൺകുട്ടികൾക്കാളും പെൺകുട്ടികൾക്കാളും പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ എഗെയിൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇമോഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് അല്ലെ, ഇമോഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്. ഇപ്പൊ നമ്മളിപ്പം പറയും, ഓ ഗേൾ ഫ്രണ്ട്സ് ലൈക്ക് വുമൺ സ്റ്റാൻഡിങ് അപ്പ് ഫോർ വുമൺ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നല്ലൊരു ഗേൾ ഫ്രണ്ട് വേണം അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് നോ മാറ്റർ വാട്ട് എന്റെ ഇമോഷൻസ് പറയാൻ പറ്റും. എന്റെ സങ്കടമാണേലും ദേഷ്യമാണേലും എനിക്ക് വെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ എത്ര ആണുങ്ങൾക്കുണ്ട് കാഷ്വൽ ഫ്രണ്ട്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റേ അളിയ ബന്ധം ഉണ്ട്, യെസ് ഇറ്റ് ഈസ് ദെയർ നമുക്ക് ലൈക്ക്. പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ലൈക്ക് എനിക്ക് ഇത്ര വിഷമമുണ്ട് ഇന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നന്നായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരാള് പകരം കം ഓൺ ബ്രോ ലൈക്ക് അയ്യേ അങ്ങനെ പറയുമ്പോ തന്നെ നമ്മൾ പിന്നെ ബാക്കി പറയത്തില്ല ഇല്ലേ. അങ്ങനെ അല്ലാതെ നമ്മളെ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. അത് ഞാൻ 100% മെൽബിനോട് എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ്, നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി സൊസൈറ്റിയിൽ വേണം. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ എക്സ്പെക്ടേഷൻസ് അല്ലെ, ആണുങ്ങള് ഇത്ര ടൈപ്പ് ഓഫ് ഇമോഷൻസേ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ദേ ഷുഡ് നോ ഹൗ ടു ഫിക്സ് എവറിത്തിങ്, അല്ലെങ്കിൽ ദേ ഷുഡ് ബി ദ പ്രൊവൈഡേഴ്സ്, ലൈക്ക് അങ്ങനത്തെ കുറെ സ്റ്റിഗ്മ ഉണ്ട് സൊസൈറ്റിയിൽ. അതില്ലെങ്കിൽ എന്താ, ഇപ്പം നമ്മൾക്ക് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആണുങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ തന്നെ ദ എമൗണ്ട് ഓഫ് മണി ദേ മേക്ക്. നീ ഇത്ര പൈസ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, പക്ഷെ ആ കാര്യത്തിലൊക്കെ വുമണിന് കുറച്ചും കൂടെ ഒരു ഇല്ലേ, വുമണിനെ സൊസൈറ്റി കുറച്ചും കൂടെ വെറുതെ വിടാറുണ്ട്. കാരണം എമൗണ്ട് ഓഫ് മണി അവരത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, അവർക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് അതെല്ലാം ആണുങ്ങളുടെ തലയിലാണ്. നമ്മൾ പണ്ടത്തെ മൂവീസ് ഒക്കെ കണ്ട ശ്രദ്ധിച്ചിട്ടില്ലേ, മറ്റേ എന്താ പെങ്ങന്മാരെ കെട്ടിച്ചുവിടാൻ പാടുപെടുന്ന ആങ്ങള, വീടിന്റെ മൊത്തം ഭാരം ചുമലിലേറ്റുന്ന ആണുങ്ങള്. പക്ഷെ ഇത് കണ്ടല്ലേ നമ്മൾ വളർന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിൽ ആ ഒരു നമ്മൾ ഇൻഡയറക്ട്ലി നമ്മളെ മൂവി അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിലെന്താ മെൽബിൻ എന്താ പറയാ? അല്ല, അതിന് വേറൊരു ആസ്പെക്ട് ഉണ്ട്. ഇപ്പം പറഞ്ഞ ഒരു കാര്യം, അതായത് ആ ഒരു സ്റ്റിഗ്മയിൽ നിന്ന് പുറത്തു വരണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് വേറൊരു സൈഡ് ഉണ്ട്. അതായത് വിമൻ അല്ലെങ്കിൽ ഫാമിലി ആസ് എ ഫാമിലി ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി അതുണ്ട്. ഇപ്പം അത് വരുന്നത് തന്നെ ഈ ഇങ്ങനത്തെ കുറച്ച് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുമെങ്കിലും അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ നിന്നാണ് അത് വരുന്നത്. കാരണം ഇപ്പം ഒരു വീട്ടില് ഹെഡ് ഓഫ് ദ ഹൗസ് അവിടെ
ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതും വരുന്നത് ഈ ഇതുപോലത്തെ ഒരു സ്റ്റിഗ്മയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അതങ്ങ് എടുത്ത് മാറ്റുമ്പം അതും കൂടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആങ്കർ എങ്ങനെ മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ആങ്കർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് സാഡ്നെസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇത്. കാരണം ഈ ആങ്കർ വരുന്നത് ചിലപ്പോൾ ഈ സാഡ്നെസ്സിൽ നിന്നായിരിക്കും. ഇപ്പം എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഞാനൊക്കെ ചെറുപ്പമായിരുന്നു, ഇപ്പം നമ്മൾ പഠിച്ച് കണ്ടു വളരുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ എന്റെ ഫാദർ കരയുന്നതൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ എന്റെ ഫാദറിന്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരുന്ന ആദ്യമായിട്ട് കാണുന്നത് ആകാശദൂത് മൂവി കാണുമ്പോഴാണ്. അപ്പൊ അതുവരെ ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മീൻ അഡൽറ്റിന്, പിള്ളേര് നമ്മൾ കരയും അങ്ങനെയല്ല, അഡൽട്സിന് ആണുങ്ങൾക്ക് അങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് കാണുന്ന മനസ്സിലാവുന്നത് അങ്ങനത്തെ ചില ഇൻസ്റ്റൻസിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മളത് കംപ്ലീറ്റ്ലി മാറണം എന്ന് പറയുമ്പോഴും അതിന്റെ ആ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് പ്രോസസ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതെ, സൊസൈറ്റി ആസ് എ കൾച്ചർ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ബാക്ക് ടു മെൽവിൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആണ്. നമുക്ക് സാഡ്നെസ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വുമൺ ഓപ്പർച്യൂണിറ്റി നന്നായിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടികൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആണ്. പക്ഷെ ആൺകുട്ടികൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീക്കാണ്. അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു സ്റ്റിഗ്മയാണ്. അത് എടുത്തു മാറ്റേണ്ട ഒരു കാര്യമാണ്. അത് സത്യം പറയാം, പേഴ്സണലി എനിക്ക് അറിയത്തോലുമില്ല അതിന്റെ കാരണം എന്താണെന്ന്. ഞാൻ എന്റെ ചാച്ചൻ വൾണറബിൾ ആവുന്ന വളരെ കുറച്ച് മൊമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ ആങ്കർ മൊമെന്റ്സ് ആണ് കണ്ടിട്ടുള്ളത്. പക്ഷെ വൾണറബിൾ ആവുന്ന വളരെ കുറച്ചായിട്ടുള്ള മൊമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ മാറ്റണം. ഇറ്റ് ഈസ് ഓക്കെ ടു ക്രൈ. അത് നോ മാറ്റർ, അത് നമ്മൾ കേട്ടു പഠിച്ചൊരു കാര്യമാണ്. ആണുങ്ങൾക്ക് പേടിയാണ്, ഓക്കെ ഞാൻ ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതെന്നെ നമ്മളെ ഓഫ് കോഴ്സ് അതാ എനിക്ക് തോന്നിയിട്ടുള്ള അവരെ ഇമ്പാക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരുടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഞാൻ വൾണറബിൾ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നതിലും കൂടുതൽ ഇപ്പം നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർക്ക് മനസ്സിലാവുമ്പോൾ അവർ ഡൗൺ ആവുമോ എന്നുള്ള ഒരു കൺസേൺ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അത് മറച്ചു വെക്കാൻ നോക്കുന്നത്. പക്ഷെ അത് എഗെയിൻ കണ്ടോ, അത് എന്തിനാണ് ആ ഒരു ബർഡൻ മെന്നെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യം? അല്ല, അത് നല്ലൊരു തോട്ടാണ്. ഞാൻ പറഞ്ഞ കാരണമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഈ ഫാമിലിയുടെ ഇമോഷണൽ സെക്യൂരിറ്റിയും ഫിസിക്കൽ സെക്യൂരിറ്റിയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും എന്തുകൊണ്ടാണ് ആണുങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം അല്ലെ? അപ്പം ആ ഇമോഷണൽ സെക്യൂരിറ്റി എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഫാമിലി മെമ്പറിനെ വിഷമിപ്പിക്കരുത്, ഞാൻ വിഷമിച്ചാൽ അവര് വിഷമിക്കും, അല്ലെങ്കിൽ അവരുടെ ഇമോഷനെ അത് അഫക്ട് ചെയ്യും, അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ അത് അഫക്ട് ചെയ്യും, ഞാൻ വേണം അങ്ങനെ. അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യം നമ്മൾ സൊസൈറ്റി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ആണുങ്ങൾ ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഡെഫിനറ്റ്ലി വളർന്നു വന്നിട്ടുള്ളത്, ഞാൻ ഒത്തിരി സമയം പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അഗൈൻ റിപ്പീറ്റ് ചെയ്യുവാണ്, എന്റെ 5 ചേട്ടന്മാരുടെ കൂടെയാണ് ഞാൻ വളർന്നു വന്നപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളുടെ സൊസൈറ്റി നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതാണ്. നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് വി ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ. നമുക്ക് ഈസി ആയിട്ട് ആ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ ടു സേ ഐ എം സാഡ് ആൻഡ്, പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മറ്റേ ആളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് വാട്ട് ഈസ് ദ വൺ തിങ് യു വാണ്ട് വുമൺ ടു നോ അബൌട്ട് മെൻ, ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് ഫീലിംഗ് ഇൻസെക്യൂർ അബൌട്ട്, അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് പോകുന്നതിന് പകരം ഇറ്റ് ഈസ് ഓക്കെ ഫോർ എ മാൻ ടു ബി ഫീൽ അപ്സെറ്റ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ സൊസൈറ്റി എത്തിയിട്ട്, എന്റെ ഒരു സ്വപ്നം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വി സപ്പോർട്ട് ഈച്ച് അതർ ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് പെണ്ണുങ്ങളുടെ കാര്യം പെണ്ണുങ്ങൾ നോക്കുക, ആണുങ്ങൾ അങ്ങനെയല്ല. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ല. നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പേഴ്സണലി ഞാൻ പറഞ്ഞില്ലേ, I respect regardless of men or women, if they are vulnerable, I never judge that, okay, I feel like that is just an emotion, like any other emotion. പക്ഷെ അങ്ങനെ നമ്മൾ അതിനെ കരുതണം. അല്ലാതെ മാൻ അപ്പ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. കുട്ടികളായിരിക്കുമ്പോൾ മുതൽ തന്നെ അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കണം. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. താങ്ക് യു വെരി മച്ച് മെൽവിൻ ഫോർ ജോയിനിങ് വിത്ത് മീ. താങ്ക് യു. നമ്മളിപ്പോൾ മെൽവിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതുപോലെ തന്നെ, സോ ഇമാജിൻ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ഈ സൊസൈറ്റിയിൽ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഇമോഷണൽ വൾണറബിലിറ്റി ആർ ഷെയിംഡ്. കാരണം men are not allowed to show all the spectrum of emotions. So actually this is the reality of many men.
അതുകൊണ്ട് തന്നെ ഓൺ ദിസ് ഇന്റർനാഷണൽ മെൻസ് ഡേ I would like to explore the unseen battles men fight. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഒരു കാര്യം നിങ്ങൾക്ക് സൊസൈറ്റിയുടെ അടുത്ത് പറയാനുള്ളത്, ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് സൊസൈറ്റി മാറ്റണമെന്ന്, അല്ലെങ്കിൽ ഒരു മിസ്കൺസെപ്ഷൻ, സൊസൈറ്റിക്ക് ആണുങ്ങളെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ അത് മാറ്റണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡിസ്നി പറഞ്ഞപ്പോഴാണ് നവംബർ 19 ഇങ്ങനെ ഇൻ്റർനാഷണൽ മെൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ സമൂഹത്തിന് ആണുങ്ങളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയണമെന്നാണല്ലോ ഡിസ്നി പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവേ ആണുങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം പെണ്ണുങ്ങളുടെ അത്ര ഇല്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പൊതുവേ ആണുങ്ങൾ വളരെ ടഫായിട്ടും അല്ലെങ്കിൽ അത്ര സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ പെരുമാറണമെന്നാണല്ലോ പൊതുവേ ഒരു സൊസൈറ്റിയുടെ കാഴ്ചപ്പാട്. അതായത് ഇപ്പം ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ചെറുപ്പത്തിൽ സിനിമയൊക്കെ കാണുമ്പം ഇമോഷണൽ സിനിമകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ, ഇപ്പോൾ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടപ്പം ഞാൻ ആദ്യം കുറേ സമയം അത് കണ്ടിട്ട് കരയാതിരിക്കാൻ ശ്രമിച്ചു. വളരെയധികം ഒരു ആണെന്നുള്ള നിലയിൽ കരയാതിരിക്കാനായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് നോക്കി. പിന്നെ അവസാനം കൈവിട്ടു പോയി. പക്ഷേ അപ്പം അങ്ങനെ ആണുങ്ങളാണെങ്കിൽ കരയരുത്, അങ്ങനെ ഇമോഷൻസ് ഒത്തിരി എക്സ്പ്രസ് ചെയ്യരുത്, അങ്ങനത്തെ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസൊക്കെ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആണുങ്ങൾക്കും കുറച്ചുകൂടെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അനീഷ് പറഞ്ഞതും ഈ ഓൾമോസ്റ്റ് സെയിം കാര്യം തന്നെയാണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എന്തുമാത്രമാണ് ആണുങ്ങൾക്ക് ഇമോഷണൽ വൾണറബിലിറ്റി പ്രകടിപ്പിക്കാനുള്ള ഒരു സേഫ് സ്പേസ് സൊസൈറ്റി കൊടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് തോന്നുന്നത്. സോ അനീഷ് പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. നമ്മൾക്ക് കണ്ടു വളരുന്നവർക്ക് ഒരു ഒരു ആൺകുട്ടി ആയിരിക്കുമ്പോൾ അവരുടെ എൻവയോൺമെന്റിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആണ്, യു ഷുഡ് ബി മാൻ അപ്പ് ആൻഡ് സഫർ ഇൻ സൈലൻസ്, അല്ലെ? അല്ലെങ്കിൽ അവരൊരു സ്ട്രോങ് മെൻ അല്ല. നമ്മൾ കരയുന്ന ആൺകുട്ടികളെ കളിയാക്കുന്ന ഒരു സൊസൈറ്റിയാണ് അന്നും, ഏകദേശം ഇന്നും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇപ്പം നമ്മളുടെ ഒരുപാട് റിസർച്ചസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഈവൻ ദോ ആണുങ്ങൾക്ക് ഡിപ്രസ്ഡ് ആയിട്ട് തോന്നിയെങ്കിൽ തന്നെ അവർക്കത് പെണ്ണുങ്ങളുടെ അത്രയും ഫ്രീഡം ഇല്ല. അത് ഈവൻ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പറയാൻ തന്നെയും അവരുടെ സൊസൈറ്റിയൽ കണ്ടീഷനിങ് കാരണം അവർക്ക് അങ്ങനത്തെ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷെയിം ആയിട്ടാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. മൂവിലൊക്കെ ഇപ്പം കുറച്ച് മാറ്റങ്ങളുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ മെയിൽ ക്യാരക്ടർ പോയിട്ട് കരയുന്നത്, അല്ലെ? നമുക്ക് സങ്കടം വന്നപ്പോ കരയുന്ന ഒരു സീൻ, അതൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത് തന്നെ മൂവിയിൽ. പക്ഷെ പണ്ടത്തെ മൂവികളിൽ തന്നെ അങ്ങനെയല്ല. പിന്നെ നമ്മൾ കണ്ടു വളരുന്ന മൂവികൾ, അല്ലെ, സൂപ്പർ ഹീറോ അങ്ങനത്തെ മൂവികൾ തന്നെ കണ്ടു വളരുമ്പോൾ നമ്മൾ സ്റ്റബേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആങ്കർ പ്രകടിപ്പിക്കുന്ന, ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുന്ന, അഗ്രഷൻ, ഇതൊക്കെയാണ് നോർമലൈസ് ചെയ്തിരിക്കുന്നത് ആണുങ്ങളിൽ. അതേ സമയത്ത് തന്നെ സോ men are good, men are phenomenal at showing empathy, compassion, സാഡ്നെസ്, ഈ എല്ലാ ഇമോഷൻസും അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റും, അത് പ്രകടിപ്പിക്കണം. ഇത് പ്രകടിപ്പിക്കാത്തപ്പോഴാണ് ഇത് ബോട്ടിലപ്പ് ചെയ്യുന്ന ഇമോഷൻസ് ആകുമ്പോഴല്ലേ പിന്നെ അത് ഫ്രസ്ട്രേഷൻ ആയി, പിന്നെ അത് ആങ്കർ ആയി, പിന്നെ അത് അഗ്രഷൻ ആയി, അജിറ്റേഷൻ ആയി, അതൊരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് മാറുന്നത് നമ്മൾക്ക്. സോ എൻ്റെ അടുത്ത ഫ്രണ്ട് രതീഷിന്റെ അടുത്ത് എനിക്ക് ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് ഒരു മിസ്കൺസെപ്ഷൻ ആണുങ്ങളെ കുറിച്ചുള്ളത് മാറ്റണമെന്ന് രതീഷ് ആഗ്രഹിക്കുന്നത്? മിത്സ് അബൌട്ട് മെൻ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് തോന്നുന്ന ഒരു 2 പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, മെയിൽ ബ്രെഡ് വിന്നർ മോഡൽ. നമുക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് നാട്ടില് ഇങ്ങനെ ഒരു കീഴ്വഴക്കം നിലനിൽപ്പുണ്ട്. അതായത് ഒരു കുടുംബത്തിലെ ആൺകുട്ടി അല്ലെങ്കിൽ മെയിൽ വേണം അവിടുത്തെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ എന്ന്
ഉള്ള ഒരു എക്സ്പെക്ടേഷൻ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് ചേഞ്ചസ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മിലേനിയൽ ജനറേഷൻ ഓൺവേർഡ്സ് ഇതിന് ഒരുപാട് മാറ്റങ്ങളും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റ്സുകളും എല്ലാം നടക്കുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ഓൾ നോ ദർ ഇസ് എ സേയിങ് men don't cry. Men are emotionally strong, അല്ലെ physically strong, which is also debatable, അല്ലെ. Like you cannot associate a particular sex with that. അതായത് ഇമോഷൻസ് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. You cannot correlate that to any particular gender. അപ്പോൾ you can be brave, അതിന് ഒരിക്കലും ആണായിരിക്കണം പെണ്ണായിരിക്കണം എന്നുള്ള ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള രണ്ട് പോയിന്റുകളാണ് പെട്ടെന്ന് ഈ മിത്സ് അബൌട്ട് മെൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾക്ക് ആ ഒരു പ്രഷറാണ് സൊസൈറ്റി കൊടുക്കുന്നത്. ദേ ഷുഡ് ബി ദ ബ്രെഡ് വിന്നേഴ്സ്, കോൺസ്റ്റന്റ് ബ്രെഡ് വിന്നേഴ്സ്, അല്ലെങ്കിൽ ഓൾവേസ് നീഡ് ടു ബി ദ പ്രോബ്ലം സോൾവർ. ഫൈനാൻഷ്യലി അവർ വേണം വീടിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് സൊസൈറ്റി കൊടുത്തിരിക്കുന്ന ഒരു പ്രഷറാണ്. അത് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു ഈക്വൽ വേൾഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇനിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, നടന്ന ഒരു കാര്യമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം രണ്ടുപേരും, ഉദാഹരണത്തിന് ഒരു ആണും പെണ്ണും കോളേജ് ഡിഗ്രി കഴിഞ്ഞു, സെയിം കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഈ പെൺകുട്ടി പറയുവാണ് എനിക്ക് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം എന്ന് പറയുവാണ്. അപ്പം അവര് പറയും അതിനെന്താ, അവർ കുറച്ച് ബ്രേക്ക് എടുത്തോ, ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഈ ആൺകുട്ടി റെസ്റ്റ് എടുക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ എന്തായി, റെസ്പോൺസിബിലിറ്റി ഇല്ല, അവന് ഉത്തരവാദിത്തം ഇല്ല, അവനെന്താണ് ഇങ്ങനെ നടക്കുന്നത്, അവന്റെ ഭാവി എന്താകും. പക്ഷെ അത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ? എന്തിനാണ് നമ്മൾ ആ ഒരു പ്രഷർ ആൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നത്? ഞാൻ ഇതേ ചോദ്യം തന്നെ ജോയലിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോയലിന്റെ ആൻസർ നോക്കട്ടെ. Okay, so one thing that I wish the society would understand more about men is that men are not bulletproof. Like, we feel about stuff more deeply than anyone else would. It's just that we don't know how to express our emotions, because we are expected to suppress our emotions rather than to express them. And because of that, like, we do feel emotions, but we don't know how to express them into words. And we are afraid how the other person would take it. So, yeah, men are not emotionless. They just keep things to themselves more. So, ജോയൽ പറഞ്ഞ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത് സെയിം കാര്യമാണ്, അല്ലെ? ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ, boys and men are conditioned to believe it is not okay to show every aspect of emotions. എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ്. അപ്പോൾ ഓൺ ദിസ് ഇന്റർനാഷണൽ മെൻസ് ഡേ ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നമ്മുടെ സൊസൈറ്റി എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ആയി മാറട്ടെ. ഒരു തരത്തിലുള്ള ഇമോഷനും നാണംകേടായിട്ടോ അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടോ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ഇമോഷൻസും ഇല്ല. കൈൻഡ്നെസ്സും കമ്പാഷനേറ്റുമായിട്ടുള്ള ആൾക്കാരാണ് സ്ട്രോങ്ങർ എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു വീക്ക്നെസ് ആയിട്ട് തന്നെ കാണുന്നത്, അല്ലെ? രതീഷ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ആണുങ്ങൾ തന്നെ ബ്രെഡ് വിന്നർ ആവുന്നത്. അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് വന്നൊരു ഒരു ഉദാഹരണമാണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഭയങ്കര പ്രോഗ്രസീവ് ആണ്. അപ്പം ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ഒത്തിരി പഠിച്ച ആളാണ്. അപ്പൊ പെട്ടെന്ന് നല്ല ജോലി കിട്ടി. അപ്പം പുള്ളിക്കാരിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അവർക്ക് 2-3 കുട്ടികളായപ്പോൾ അവർ തന്നെ രണ്ടുപേരും തമ്മിൽ തീരുമാനം എടുത്തു. അതിനകത്തെ ആണിന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ നോക്കാൻ. അപ്പൊ പറഞ്ഞു, ഓക്കെ, ഞാൻ കുട്ടികളെ നോക്കാം, നീ ജോലിക്ക് പോക്കോളാം. അപ്പം ഈ ആൺ എൻ്റെ അടുത്ത് പറയുവാണ്, പക്ഷെ എന്തൊക്കെ വന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എപ്പോഴെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആ വീട്ടിൽ വരുവാണെങ്കിൽ ഇവന് പെട്ടെന്ന് ഭയങ്കര ടെൻഷൻ ആവും. അയ്യോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ. അതിനകത്ത് ആ ഭാര്യ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ആരും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവന്റെ തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ട് അവന്റെ തന്നെ മനസ്സിൽ തോന്നുവാണ്, അയ്യോ എനിക്കെന്തോ ഞാൻ ആവശ്യത്തിനുള്ള സപ്പോർട്ട് ഈ ഫാമിലിക്ക് കൊടുക്കുന്നില്ല എന്ന്, അല്ലെ? അതെന്തൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്.
നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ആ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ആണുങ്ങൾക്ക് വരുന്ന ആ ഒരു സ്ട്രെസ്, ഇപ്പൊ ഫൈനാൻസിന്റെ കാര്യം തന്നെയാണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ട്രെസ് ആണുങ്ങൾക്ക് തന്നെ കൊടുക്കുന്നത്? രണ്ടുപേരും ഈക്വൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ രണ്ടുപേരുടെ സമ്മതത്തോടെ അല്ലാതെ, സമ്മതത്തോടെ അവർ ജോലി ചെയ്യാതിരിക്കുവോ ചെയ്യുവോ അത് അവരുടെ ഇഷ്ടം. പക്ഷെ അല്ലാതെ നമ്മൾ ആ സൊസൈറ്റി നമ്മൾ ഒരിക്കലും ആ പ്രഷർ ആണുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരാളുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് അവരുടെ മാസ ശമ്പളമോ അവരുടെ വെൽത്തോ അല്ല, അവരുടെ വാല്യൂ നിർണ്ണയിക്കുന്ന അതല്ല. നമ്മളെ സൊസൈറ്റി തീർച്ചയായിട്ടും ആണുങ്ങളുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് അതുമൂലമാണെന്നുള്ളത്, നമ്മൾ എത്രമാത്രം ഏൺ ചെയ്തു എന്നുള്ളത് കൊണ്ടല്ലല്ലോ നമുക്ക് ഒരു മഹിമ കിട്ടുന്നത്. അത് തന്നെ നമ്മൾ സൊസൈറ്റി മാറ്റേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നതും ആണുങ്ങളാണ്. അത് അവർക്ക് ഷെയർ ചെയ്യാൻ തന്നെ മടിയാണ്. അതും എഗെയിൻ ഈ കാര്യം കൊണ്ട് തന്നെയാണ്. ഇപ്പൊ പെൺകുട്ടികൾ 1-2 വർഷം ജോലി ഇല്ലാതിരുന്നാൽ, 4-5 വർഷം ജോലി ചെയ്തായിരുന്നാൽ ഉള്ള സ്ട്രെസ് അല്ല ആണുങ്ങൾ അത്രയും വർഷം ജോലി ചെയ്തായിരുന്നാൽ അവർക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു ഈക്വൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതും മാറ്റേണ്ട ഒരു കാര്യമാണ്. 100% ഞാൻ രതീഷ് പറഞ്ഞതിനോട് എഗ്രി ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഇന്റർനാഷണൽ മെൻസ് ഡേക്ക് സംസാരിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു ഞാൻ. ഈ ഒരു മെസ്സേജ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ് എല്ലാവരും എനിക്ക് തന്നത്. ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവരും പറഞ്ഞത് സെയിം കാര്യമാണെന്നാണ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മോഡൽ ബിഹേവിയർ ആണ് ഇതിന്റെ പ്രോബ്ലം സോൾവിങ്. നമ്മൾ തന്നെ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് കാണിച്ചു കൊടുക്കണം. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ. ഒരു കുഴപ്പമില്ല, കരയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആണുങ്ങളായാലും കരയാം, പെണ്ണുങ്ങളായാലും കരയാം, ഏത് ഏജിലും കരയാം. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി.